ഒരുമനയൂർ പഞ്ചായത്തിൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന 2 മേൽപ്പാലങ്ങൾക്ക് താഴെ ശുചിമുറി നിർമ്മിച്ച് തൊഴിലാളികൾ. നിർമ്മാണം പുരോഗമിക്കുന്ന ഒരുമനയൂർ 3-ാം കല്ല് മേൽപ്പാലത്തിനടിയിലും മുത്തമ്മാവ് മേൽപ്പാലത്തിനടിയിലുമാണ് ദേശീയപാതാ നിർമ്മാണ തൊഴിലാളികൾ ശുചിമുറി നിർമ്മിച്ചത്. നേരത്തെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതർ ശുചിമുറികൾ പൊളിച്ചു മാറ്റണമെന്നറിയിച്ചിരുന്നുവെങ്കിലും നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹ പറഞ്ഞു. നമ്മുടെ 3-ാം കല്ല് ദേശീയപാത കടന്നു പോകുന്ന 3-ാം കല്ല് ഓൾഡ് ബ്രിഡ്ജിന്റെ അടിയിൽ 2-3 റൂമുകളും ടോയ്ലറ്റ്, ബാത്റൂം, കുളിക്കുന്ന കുറച്ച് ടാങ്കുകളെല്ലാം വെച്ച് 4 ദിവസം മുന്നം ഈ ഹൈവേയുടെ ശിവാലയുടെ ആളുകളുമായി സംസാരിക്കുകയും അവര് അവിടെ വന്ന് ഞാൻ അവിടെ നിന്ന് അവര് വന്നു. അവിടെ JCB വെച്ച് കുറച്ച് മണ്ണെല്ലാം ഇട്ട് ഇതായി. അവരോട് അന്ന് പറയുകയുണ്ടായി ബാത്റൂം നിർത്തി മാറ്റണം എന്നുള്ളത്. പക്ഷെ ഇന്ന് വരെ അവരത് ചെയ്തില്ല. ഇന്നലെ ആ മഴയിൽ ആ ബാത്റൂം മാലിന്യം എല്ലാം റോട്ടിലേക്കും ഒക്കെ വന്നു. അവിടെ കുറെ 3-ാം കല്ല്, അഞ്ചങ്ങാടി, വട്ടേക്കാട് സ്കൂൾ കുട്ടികൾ, ടീച്ചേഴ്സ്, മറ്റു യാത്രക്കാരെല്ലാം വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ വെള്ളത്തിലേക്ക് കൂടി ചവിട്ടിയിട്ടാണ് ഈ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി, ഞാൻ, പഞ്ചായത്ത് ക്ലർക്ക്, നമ്മളെ 11-ാം വാർഡ് മെമ്പർ സക്കീർ മാഷ് എന്നിവർ കൂടി പോയി. അവരെ വിളിച്ചു. അവർ ഫോൺ എടുത്തില്ല. അതിനുശേഷം ഫോൺ എടുത്തു. താൽക്കാലികമായി നമ്മൾ അത് അവിടുന്ന് അതിന്റെ മറ എല്ലാം പൊളിച്ച് നമ്മൾ ഇട്ടു. ഫൈൻ 50,000 രൂപ പഞ്ചായത്ത് സെക്രട്ടറി 50,000 രൂപ ഫൈൻ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മുത്തമ്മാവിലും ബ്രിഡ്ജിന്റെ അടിയിൽ. അതുമായി ബന്ധപ്പെട്ടും അതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അധികൃതർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. തുടർ നടപടികൾ എന്ന് പറയുന്നത് ഇന്ന് ചെയ്തില്ല എങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് JCB ഉപയോഗിച്ച് അത് പൊളിച്ച് നാളെ തന്നെ പൊളിച്ച് നീക്കുകയും അതിന് എത്ര കാശാണോ ചെലവാകുന്നത് ആ കാശ് പഞ്ചായത്ത് ശിവാലയ കമ്പനിയിൽ നിന്ന് ഈടാക്കുന്നു ആയിരിക്കും. ഇന്നലെ പെയ്ത മഴയിൽ ഒലിച്ചിറങ്ങിയ വെള്ളത്തോടൊപ്പം 3-ാം കല്ല് പാലത്തിനടിയിലെ ശുചിമുറി മാലിന്യവും ഒഴുകിയെത്തിയതോടെയാണ് പഞ്ചായത്ത് അധികൃതർ വീണ്ടും രംഗത്തെത്തിയത്. ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹ, വാർഡ് മെമ്പർ ഷക്കീർ റായമ്മരക്കാർ, സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി, ക്ലർക്ക് രാജേഷ് എന്നിവർ സ്ഥലത്തെത്തി 3-ാം കല്ല് പാലത്തിനടിയിലെ ശുചിമുറി ഭാഗികമായി പൊളിച്ചുമാറ്റി. ശുചിമുറി മാലിന്യം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിയതിന് ദേശീയപാതാ നിർമ്മാണ കരാർ കമ്പനിക്ക് പഞ്ചായത്ത് സെക്രട്ടറി 50,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ശുചിമുറികൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹ പറഞ്ഞു. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആളുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.